10th അല്ലെങ്കിൽ SSLC എന്നുള്ളത് പല രീതിയിൽ ജീവിതത്തിലെ ഒരു നിർണായക മൈൽ സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ 10th കഴിഞ്ഞതിന് ശേഷം എന്ത് പഠിക്കണം എന്നുള്ളൊരു ചോദ്യവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 10th കഴിഞ്ഞ് അല്ലെങ്കിൽ SSLC കഴിഞ്ഞ് എന്ത് പഠിക്കണം. 4 ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ITI കോഴ്സാണ്, രണ്ടാമത്തേത് ഡിപ്ലോമ കോഴ്സാണ്, മൂന്നാമത്തേത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള VHSC ആണ്, നാലാമത്തേത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ +1 +2 ആണ്. സോ ഇന്നത്തെ ഡിസ്കഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ടെൻത്ത് എന്നുള്ളത് നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പല കൂട്ടുകാരും അവരുടെ ജീവിതത്തിലെ കരിയറിലെ വലിയ ഒരു ഡിസിഷൻ എടുക്കുന്ന, തീരുമാനമെടുക്കുന്ന, ഒരു ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ പോകുന്ന തുടക്കമാണ് 10th ശേഷം കഴിയുന്നത്. ഈ ഒരു മാറ്റം വരുന്നത് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഡിസ്കഷൻ 4 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ ഡയറക്ഷനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഒരു എൻഡ് പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക ദിശയിലേക്ക് സഞ്ചരിച്ചാൽ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് എത്തിച്ചേരുക. സോ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഡയറക്ഷനിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ച് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന ITI സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ വളരെ ഡീറ്റെയിൽഡായി ITI കോഴ്സുകളെ കുറിച്ചും അത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജോലി നേടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത എപ്പിസോഡുകളുണ്ട്. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് തീർച്ചയായും കാണാൻ പറ്റുന്നതാണ്. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ITIയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് 1 അല്ലെങ്കിൽ 2 വർഷമോ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കോഴ്സ്, ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം ആർക്കാണ് ITI കോഴ്സ് ചെയ്യാൻ പറ്റുക? 8th അല്ലെങ്കിൽ 10th പാസ്സായ കുട്ടികൾ, ഈവൻ 12th പാസ്സായ കുട്ടികൾക്കും ITI കോഴ്സുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എഗെയിൻ ഏത് രീതിയിലുള്ള എലിജിബിലിറ്റിയാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, അതായത് 8th പാസ്സാണോ 10th പാസ്സാണോ 12th പാസ്സാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ചായിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ITI കോഴ്സുകളുടെ പ്രത്യേകത, ഒരു പ്രത്യേക ഓപ്ഷനോ ഒരു സ്ട്രീമിനോ പകരം ട്രേഡ്, ഇൻഡസ്ട്രിയൽ ട്രേഡ് വെച്ചിട്ടാണ് ഈ കോഴ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക ക്രാഫ്റ്റിനോ സ്കില്ലിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഈ കോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ക ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷനാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. തിയറി സബ്ജക്റ്റുകൾ തീരെയില്ല, ഉണ്ടെങ്കിൽ തന്നെ ആ പ്രത്യേക ട്രേഡുമായി ബന്ധപ്പെട്ട്, ആ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട്, ആ സ്കില്ലുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾ നേടാൻ പോകുന്നത് അതിനെ സാധൂകരിക്കുന്ന, അതിന് ആവശ്യമായ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾ തിയറി സബ്ജക്റ്റുകളിൽ കൂടി പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ITI കോഴ്സുകളുടെ പ്രത്യേകത പ്യൂവർലി നിങ്ങളെ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡായി അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രാഫ്റ്റിലേക്ക് ഹാർനസ് ചെയ്ത് സ്ട്രീംലൈൻ ചെയ്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ITI കോഴ്സുകളെ പ്രാക്ടിക്കൽ കോഴ്സ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് കംപ്ലീറ്റ്ലി 100% പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നെക്സ്റ്റ് ഡയറക്ഷനാണ്, അതായത് ഡിപ്ലോമ കോഴ്സുകളാണ്. ഡിപ്ലോമ കോഴ്സുകൾ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഡിസ്കഷൻ എന്നുള്ളത് മെയിനായിട്ടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളാണ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള പല ഡിപ്ലോമ കോഴ്സുകളും 1 വർഷമോ 2 വർഷമോ നീണ്ടിരിക്കുന്ന കോഴ്സുകളായിരിക്കാം. അതും എഞ്ചിനീയറിംഗിൽ നിന്ന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് പോലെ, ഇന്റീരിയർ ഡിസൈനിങ് പോലുള്ള, കുക്കറി പോലുള്ള ചില കോഴ്സുകളാണ്. അതല്ല ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മറിച്ച് എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സുകളുടെ ദൈർഘ്യം എന്നുള്ളത് 3 വർഷമാണ്. ശ്രദ്ധിക്കേണ്ടത് ഈ കോഴ്സുകൾക്ക്, അതായത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുന്നത് 10th പാസ്സായതിനു ശേഷമാണ്. അതോടൊപ്പം 12th കഴിഞ്ഞ കൂട്ടുകാർക്കും അത് ഏത് ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈവൻ UG കഴിഞ്ഞ ആൾക്കാർ പോലും, അതും ഏത് ട്രേഡിലായാലും ഏത് സ്ട്രീമിലായാലും നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിപ്ലോമയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും
കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയി റെഫർ ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. ഏതായിരുന്നാലും ഡിപ്ലോമ കോഴ്സിനെ പറയാറ് മിനി എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് ബിടെക് എഞ്ചിനീയറിംഗ് ഒരു പ്യുവർ അല്ലെങ്കിൽ ഫുൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ഒരു സബ് എഞ്ചിനീയറിംഗ് ഫീൽഡായിട്ടാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡിപ്ലോമ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബിടെക് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. സോ ജൂനിയർ ലെവൽ ജോബിനൊക്കെ നിങ്ങൾക്ക് നല്ലത് എഞ്ചിനീയറിംഗ് തലത്തിൽ തീർച്ചയായും ഡിപ്ലോമ കോഴ്സുകൾ തന്നെയാണ്. ഇനി അടുത്ത ഡയറക്ഷനാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ VHSC എന്നുള്ളത്. നിങ്ങളിൽ അധിക പേരും VHSCയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. HSC അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ അത്ര വാല്യൂ ഇല്ലാത്ത ഒരു കോഴ്സായിട്ടാണ് പൊതുവെ ആൾക്കാർ കരുതാറ്. അത് തെറ്റായ ധാരണയാണ്. ഏകദേശം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് +1 +2ൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന, മറിച്ച് അതിനേക്കാളും കൂടുതൽ വാല്യൂ നൽകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പ്രത്യേകിച്ച് VHSC എന്നുള്ളത്. ഒരു പ്രത്യേക വൊക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് PSCയിൽ പല ജോബുകളിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രേഡ് എന്നുള്ളത് +1 +2ൻ്റെ ലെവലിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ചെയ്തതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും ലഭിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത് 2 വർഷമാണ്. അതോടൊപ്പം ഈ കോഴ്സിലേക്ക് എലിജിബിൾ ആകാൻ നിങ്ങൾ 10th പാസ്സാകണം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ ഇതൊരു സ്കിൽ അല്ലെങ്കിൽ വൊക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, വൊക്കേഷൻ എന്ന് പറയുമ്പോൾ വെക്കേഷൻ അല്ല, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ജോബുമായി ബന്ധപ്പെട്ടിട്ടാണ്. വൊക്കേഷൻ, ജോബ്, ആ 2 വേർഡും സിനോണിംസ് ആണ്. ഏതായിരുന്നാലും പാരാമെഡിക്കൽ, അതോടൊപ്പം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ എല്ലാ പതിപ്പും VHSCയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് VHSC കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷനും ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാത്സ് അല്ലെങ്കിൽ ബയോളജി സെലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണോ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സസ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും മാത്തമാറ്റിക്സ് എടുത്താൽ എഞ്ചിനീയറിംഗ് ഡയറക്ഷനിലും, ബയോളജി ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും മെഡിക്കൽ ഫീൽഡ് ഡയറക്ഷനിലേക്കും പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയും മനസ്സിലാക്കേണ്ടത് VHSC ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. സോ VHSC നിങ്ങൾക്ക് ജോബിനും ഹയർ എഡ്യൂക്കേഷനും നല്ലതാണ്. നേരെ മറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത IT ആണെങ്കിൽ പക്ക ജോബ് ഓറിയൻറ്റഡ് ആണ്. ഡിപ്ലോമയാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിലേക്ക്, അതായത് ബിടെക് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി വഴി കടക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. IT കോഴ്സ് പഠിച്ച ഒരാൾക്ക് 2 വർഷമാണ് ഡ്യൂറേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ 3 വർഷം നീണ്ട കോഴ്സിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടാവുന്നതാണ്. അതോടൊപ്പം ഡിപ്ലോമ പഠിച്ച ഒരാൾക്ക്, 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ബിടെക് അല്ലെങ്കിൽ BEയിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക്, അതായത് 4 വർഷമുള്ള കോഴ്സിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ്ലി അഡ്മിഷൻ നേടാവുന്നതാണ്. സോ ITI, ഡിപ്ലോമ, ബിടെക്, BE എന്നുള്ള ഒരു ബൈപ്പാസ് റോഡ് കൂടി ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്. നേരെ മറിച്ച് 10th കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ കൂട്ടുകാർക്കും എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 10th കഴിഞ്ഞ് VHSC എടുത്തു, VHSC സബ്ജക്ട് കോമ്പിനേഷനിൽ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലേക്ക് കടക്കാവുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ഡയറക്ഷനാണ് ഇന്നത്തെ ഡിസ്കഷനിലുള്ളത്, +1 +2 എന്നുള്ളത്. സോ ഇത് ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HSCയുടെ ഭാഗമാണ്. കംപ്ലീറ്റ്ലി അക്കാഡമിക് തലത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ റിസർച്ച് ഓറിയൻറ്റഡായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രത്യേകത, HSCയിൽ ബയോളജി സയൻസ് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ ITIക്കോ VHSCയിലേക്കോ ഡിപ്ലോമയിലേക്കോ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് +1 +2ൽ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അങ്ങനെ പല സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് കാർഡിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റുന്നതാണ്. ഏതായിരുന്നാലും ഇത് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്.
10th പാസ്സായ കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കാറ്. അതോടൊപ്പം മെയിനായിട്ടും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് +1 +2 എന്നുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ജോബ് വേണം എന്നുള്ള, അല്ലെങ്കിൽ 10th കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ITIയും ഡിപ്ലോമയും അതോടൊപ്പം VHSC എന്നുള്ള 3 ഓപ്ഷൻസ് ആണുള്ളത്. മറിച്ച് +1 +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തീർച്ചയായും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയ, അതായത് റിസർച്ചും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് PhD ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ഒരു റിസർച്ച് സ്കോളറാകാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ നല്ലത് +1 +2 ആണ്. കാരണം അതിൽ പഠിക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ മനസ്സിലാക്കാനുള്ളത്. ITIയും ഡിപ്ലോമയും VHSCയും +1 +2 തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ദ എഡ്യൂക്കേറ്റഡ് ടേക്ക് എന്നുള്ളത്, അതായത് ഈ ഓരോ കോഴ്സിനും അതിൻ്റെ പ്രത്യേകതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ITI കോഴ്സുകൾ പക്ക ഒരു പർട്ടിക്കുലർ ട്രേഡുമായി ബന്ധപ്പെട്ട്, ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ തന്നെ ജൂനിയർ ബേസിക് ജോബ് ലഭിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഡിപ്ലോമ കോഴ്സുകളാകട്ടെ ജൂനിയർ ലെവൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അതോടൊപ്പം ഗൾഫിലും മറ്റും ജോബ് ലഭിക്കാൻ ഡിപ്ലോമ തലത്തിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആ മിനിമം ഡ്യൂറേഷൻ ജോബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വന്ന് BTechലേക്കും അഡ്മിഷൻ, അതും സെക്കൻഡ് ഇയറിലേക്ക് നേടാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഡിപ്ലോമ എഞ്ചിനീയറിംഗിനെ ജൂനിയർ എഞ്ചിനീയറിംഗ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആകട്ടെ ഡിപ്ലോമയുടെ പ്രത്യേകതയും +2ൻ്റെ പ്രത്യേകതയും രണ്ടും ഒന്നിച്ച് ലഭിക്കുന്നു എന്ന കാര്യമാണ്. അതായത് ഒരു പ്രത്യേക സ്കില്ലിലും ജോബിലും നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെടുന്നു, അത് ഡിപ്ലോമയുടെ പ്രത്യേകതയാണ്. അതോടൊപ്പം സബ്ജക്ട് കോമ്പിനേഷൻസ്, അതായത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും +1 +2 ആവശ്യമാണ്. പക്ഷേ VHSC പഠിച്ചാൽ ആ ഒരു പ്രത്യേകത കൂടി നിങ്ങൾക്ക് VHSCയിൽ കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ VHSC = അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്ലോമ പ്ലസ് അഡ്വാൻറ്റേജസ് ഓഫ് +1 +2. ഇനി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ +1 +2 ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് അക്കാഡമിക് തലത്തിൽ തുടർന്നുള്ള പഠനത്തിന് വളരെ നല്ല സഹായമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൻ്റെ ഇൻക്ലൂഷൻ +1 +2ലാണ് കൂടുതൽ വരുന്നത് ദാൻ നിങ്ങളുടെ VHSC എന്നുള്ളത്. സോ മാത്തമാറ്റിക്സ് നമുക്കറിയാവുന്നതുപോലെ റിസർച്ചിൻ്റെ ഭാഗമാണ്. ഏത് സബ്ജക്റ്റ് എടുത്താലും അതിൽ PhDയും PDF ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായും മാത്തമാറ്റിക്സിൻ്റെ ഹയർ അപ്ലിക്കേഷൻ ആവശ്യം വരുന്നുണ്ട്. സോ ദെയർ കംസ് ദ +1 +2. സോ ഫ്രണ്ട്സ്, ഇതാണ് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ ഡിസ്കഷൻ വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ 10th കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ITI ആണോ, ഡിപ്ലോമയാണോ, VHSC ആണോ, അല്ലെങ്കിൽ HSC ആണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചോദ്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായും ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.